KPCCയുടെ തിരഞ്ഞെടുപ്പ് വിഭാഗം കൺവീനറാണ് സാറ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അത് ഇപ്പോൾ താങ്കൾക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും അതുമാത്രമല്ല, എൻ്റെ ചോദ്യം SIRുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് സാറ് അതിൽ എംപ്ലോയീസിൽ ഇരുന്ന കാലഘട്ടം തൊട്ട് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. അത് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അറിവും മുന്നറിയിപ്പും? ഞാൻ എൻ്റെ സർവീസിൽ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്തിട്ടുള്ളത് ഇലക്ഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട്. ഇലക്ഷൻ വിഭാഗത്തിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നത് തന്നെ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. തഹസിൽദാർ 6 എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എനിക്ക് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് SIRുമായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അതായത് വരുന്ന ഫെബ്രുവരി മാസം 22-ാം തീയതി SIRൻ്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്ത് ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് SIRൻ്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ 2025 10-ാം മാസം പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 2,78,00,000 വോട്ടർമാരാണ് ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലുള്ളത്. പക്ഷേ SIRുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നിന്ന് 40 ലക്ഷത്തോളം ആളുകൾ പുറത്തായിരിക്കും. ഇതാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഗതി. അതായത് 40 ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. അപ്പോൾ ഇതിനകത്ത് മരണമടഞ്ഞ ആളുകൾ കാണും, അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും സ്ഥലം മാറിപ്പോയ ആളുകൾ കാണും. അത് വളരെ നാമമാത്രമായ ആ എണ്ണമാണ്. പക്ഷേ ഇത് അതുമായി പൊരുത്തപ്പെടാത്ത 40 ലക്ഷത്തിലധികം ആളുകൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ വളരെ ശക്തമായ ഒരു കാമ്പയിനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഡേ ടു ഡേ ഉള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് പരിശോധിക്കുകയും അതിനെ ഒഴിവാക്കപ്പെടുന്ന പട്ടിക ASD പട്ടികയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്ത് താമസിക്കുകയാണ്, നിലവിലുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്, അത് സ്ഥലം മാറി പോയിട്ടില്ല. പക്ഷേ BLOമാരും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊടുത്ത ഒരു ചെറിയ സമയപരിധിക്കകത്ത് അവരെ കണ്ടെത്താനും അവരെ കണ്ടുപിടിച്ച് അവരെ എനുമറേഷൻ ഫാറം പൂരിപ്പിച്ച് വാങ്ങിക്കുവാനും BLOമാർക്ക് സാധിക്കാത്തത് കാരണം ഇവരെ എല്ലാവരെയും ASD ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അവരിപ്പോൾ വോട്ടർമാരല്ലാതായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ വളരെ ശക്തമായ നടപടികൾ ASD ലിസ്റ്റിൽപ്പെട്ട ആളുകൾ ജീവനോടെ ഇരിപ്പുണ്ട്, അതെല്ലാം സ്ഥലം മാറിപ്പോയിട്ടില്ല എങ്കിൽ അവർ ഉൾപ്പെടുത്തുന്നതിനുള്ള അതിശക്തമായ ആവശ്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും SIRൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതീവ പരിശ്രമകരമായ ജോലിയായി മാറിയിരിക്കുകയാണ്. ഇതിനെയാണ് നാം ആശങ്കയോട് കാണുന്നത്. സാറേ, ഇത് ഇങ്ങനെ ഒരു 7-ാം നമ്പർ ഫാം കൊടുത്തിട്ട് ജനങ്ങളുടെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന അവരുടെ പേരിൽ ഇതാരാണ് നിർദ്ദേശിക്കുന്നത്? അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്തുകൂടെ? ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂൾ അനുസരിച്ച് 1960 ഇലക്ഷൻ രജിസ്ട്രേഷൻ റൂൾ അനുസരിച്ച് ഒരു ആളിനെ ന്യായമല്ലാത്ത കാരണത്താൽ അയാൾ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ തികച്ചും കുറ്റകരമായ കാര്യം. പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച് അത് കുറ്റകരമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ 24 ലക്ഷത്തിലധികം ആളുകളെ ഒഴിവാക്കുന്ന പട്ടികയിലേക്ക് മാറ്റിയിരിക്കും. 24 ലക്ഷം ആളുകൾ. അപ്പോൾ അത്രയും ആളുകൾ ഇനി പുതുതായി അപേക്ഷ കൊടുത്ത് അവർ വോട്ടർ പട്ടികയിൽ കയറേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അതീവ ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല എങ്കിൽ BLOമാരുടെ പ്രവർത്തനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുറ്റമറ്റ വോട്ടർ പട്ടിക ഇവിടെ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടാകും. ഇതിൻ്റെ പിന്നിൽ പല ഗൂഢാലോചനകളും നടന്നുകൊണ്ടാണല്ലോ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ജനങ്ങളെ വെട്ടിമാറ്റണമെന്ന് പറയുന്നത്. വിശേഷം മുസ്ലിങ്ങളെ മാത്രമാണ് ഇതിൽ നിന്ന് വെട്ടിമാറ്റുന്നതായി അറിയുന്നത്. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് കോൺഗ്രസിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഇവിടെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ SIRൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ
അദ്ദേഹത്തിൻ്റെ പുതുതായി ഒരാൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ 2002 അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്തബന്ധുക്കൾ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് ഉറപ്പാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അയാളൊരു പുതിയ വോട്ടറായി മാറുകയാണെങ്കിൽ അയാളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ പുതിയ വോട്ടർക്ക് പേര് ചേർക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ നമ്പർ 6 തരുമ്പോൾ 2002 നിങ്ങളുടെ മാതാപിതാക്കൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഇനി അതില്ല എങ്കിൽ 12 രേഖകൾ കൊടുക്കണം. ആ രേഖകളിൽ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, ജാതി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, ആധാർ കാർഡ് പോലും ഏറ്റവും ഒടുവിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി യോജിച്ച് വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നാണ് കേരള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ വിഭാഗം ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇതിന്മേൽ നടപടിയിൽ വല്ലതും നടത്താൻ തീരുമാനമുണ്ടോ? നടപടികളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി സുപ്രീം കോടതി വരെ കോൺഗ്രസ് പാർട്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരാഴ്ചത്തേക്ക് കൂടി സമയം നീട്ടി തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.